ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ പേരമരം നമുക്കൊന്ന് പേര നമുക്കൊന്ന് അപ്പം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതേ നമ്മുടെ പേരയൊന്ന് പ്രൂൺ ചെയ്ത് വിടാമെന്ന് ഓർത്തേ. ഇതെല്ലാത്തിനും പൂവൊക്കെ വന്ന് വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് പ്രൂൺ ചെയ്യാൻ ലേറ്റായി. എന്നാലും നമുക്ക് പ്രൂൺ ചെയ്ത് വിടുവാണെങ്കിൽ ഇച്ചിരി കൂടെ അതിൻ്റെ സൈസൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുവേ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഹാർഡായിട്ട് പ്രൂൺ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇതൊക്കെ വന്നല്ലോ. അപ്പോൾ കുറച്ചൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് ഓർത്തേ. അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാം. അപ്പം പ്രൂൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു 3-4 ഇല നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗമാണ് മുറിച്ച് കളയുന്നത്. പിന്നെ ഞാനിവിടെ ഈ യെല്ലോ ലീവ്സൊക്കെ മുറിച്ച് കളയാം. യെല്ലോ ലീവ്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ ശാഖകളുണ്ടല്ലോ, അതൊക്കെ മുറിച്ച് കളയാൻ പോവുകയാണേ. വെച്ചെങ്കിൽ അത്രയും എനർജി കുറച്ച് ഈ ചെടിക്ക് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് കുറച്ച് കൺട്രോളായിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പിന്നെ പ്രൂൺ ചെയ്യുമ്പം നമ്മൾ ഒടിഞ്ഞതും കരിഞ്ഞതും ആയിട്ടുള്ള ശാഖകളൊക്കെ മുറിച്ച് കളയണം. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രൂൺ ചെയ്ത് കഴിയുമ്പം നമ്മളിതിന് വളമിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇതിപ്പം കായ്കളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വളവും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നോളും. നന്നായിട്ട് കായ്കൾ നമുക്ക് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കായ്കൾ തരും. നമുക്ക് നല്ലതായിട്ട് പഴുത്ത് കായ്കൾ തരും. പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുവാണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇച്ചിരി പ്രൂൺ ചെയ്യാൻ ലേറ്റായി, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം.